പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിമഹത്തമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകലൂടെ കാണുവാനും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഈ മഹാഭാഗ്യത്തിനായി ദൈവത്തോട് നന്ദി പറയുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വിശ്വാസത്തിന്റെ ഒരു കാര്യം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുകയാണ്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ഒരു തികഞ്ഞ നിറവിൽ, ഒരു ഉറപ്പോടുകൂടി ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തിന്റെ തികഞ്ഞ ദൃഢതയോടും തികഞ്ഞ ആത്മീയതയോടും കൂടെ ഒരു പ്രാർത്ഥന കഴിച്ചാൽ ദീനക്കാരനെ രക്ഷിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുകയും മാത്രമല്ല, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുമ്പോൾ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. യിരെമ്യാ പ്രവചനം 33:6 ഇങ്ങനെ വായിക്കുന്നത്: ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആ വിശുദ്ധനായ, ആ വലിയവനായ, ആ സർവശക്തനായ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടും തീരുമാനത്തോടും വിശ്വാസത്തിന് തികവോടുകൂടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. പ്രാർത്ഥനയുടെ വിടുതൽ കാണും. അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, അവൻ നമ്മുടെ പാപം നമ്മോട് ക്ഷമിക്കും. ആ വിശ്വസ്തനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.